ഇന്ന് ഞാനിവിടെ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്ലൈസ് ചെയ്ത ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ സാൻഡ്വിച്ചിൽ തേക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് 2 പച്ചമുളക്, 3 ചെറിയ അല്ലി വെളുത്തുള്ളി, 1/4 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിനയില. ഈ മല്ലിയിലയും പുതിനയിലയും എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റെം മാറ്റിയിട്ട് ലീഫ് മാത്രമേ എടുക്കാവൂ. ഇനി ഈ തേങ്ങയും പുതിനയിലയും മല്ലിയിലയും വെളുത്തുള്ളിയും പച്ചമുളകും കൂട്ടിയിട്ട് ശകലം ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പും ബട്ടറുമാണ്. ഞാനിവിടെ ടേബിൾ ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ഈ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. സാൻഡ്വിച്ച് തയ്യാറാക്കാനുള്ള കെച്ചപ്പും ചട്നിയും ബട്ടറും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ബ്രെഡിൻ്റെ അരികൊന്നും ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല. ഇത് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അരിക് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സൈഡ് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പീസ് ബ്രെഡിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്നി ഒന്ന് തേച്ച് കൊടുക്കാം. അടുത്ത പീസ് ബ്രെഡിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. അടുത്ത ബ്രെഡിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഈ ബ്രെഡ് എടുത്ത് ഇതിന് പുറത്തേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഈ സാൻഡ്വിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.